പൊന്നാനിയിലെ പ്രമുഖ മതപഠന സാമൂഹിക സ്ഥാപനമായ മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് മൗനത്തുൽ ഇസ്ലാം സഭ തുടക്കം കുറിച്ചതിനെക്കുറിച്ചുള്ള പ്രധാന വിശദീകരണങ്ങൾ താഴെ നൽകുന്നു. സ്ഥാപന വർഷം 1900 ജൂലൈ 21 1318 റബീഉൽ അവ്വൽ 19 പൊന്നാനിയിൽ മൗനത്തുൽ ഇസ്ലാം സഭ സ്ഥാപിതമായത്. പ്രധാന ലക്ഷ്യം ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് കടന്നുവരുന്നവർക്ക് പ്രാഥമിക മതപഠനം, താമസ സൗകര്യം, ഭക്ഷണം, മറ്റ് സാമൂഹിക സാമ്പത്തിക പിന്തുണകൾ എന്നിവ നൽകുക എന്നതായിരുന്നു ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പ്രധാന ശില്പികൾ മലബാറിലെ പ്രമുഖ പണ്ഡിതനും ചിന്തകനുമായിരുന്ന മഖ്ദൂം തങ്ങളന്മാരുടെ നേതൃത്വത്തിലും തദ്ദേശീയരായ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പ്രമുഖ വ്യാപാരികളുടെയും സഹകരണത്തോടെയുമാണ് സഭ രൂപീകരിച്ചത്. കുറ്റിച്ചിറയിലെ മാളിയേക്കൽ, പുതിയകത്ത് അഹമ്മദ് കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇതിന്റെ തുടക്കത്തിൽ പ്രധാന പങ്കുവഹിച്ചു. പൊന്നാനിയുടെ ചരിത്രപരമായ പ്രാധാന്യം. ചെറിയ മക്ക എന്നറിയപ്പെട്ടിരുന്ന പൊന്നാനി പണ്ട് മുതലേ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെയും വിളക്കത്തിരിക്കൽ എന്ന പാരമ്പര്യ വിദ്യാഭ്യാസത്തിന്റെയും കേന്ദ്രമായിരുന്നു. ഈ പാരമ്പര്യത്തെ കൂടുതൽ സംഘടിതമായ രൂപത്തിലേക്ക് മാറ്റിയതാണ് മൗനത്തുൽ ഇസ്ലാം സ്ഥാപനത്തിന്റെ ഉദയം. ഇന്ന് മതപഠനത്തിന് പുറമെ കോളേജുകൾ, സ്കൂളുകൾ, അനാഥശാലകൾ തുടങ്ങിയ നിരവധി വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ സഭയുടെ കീഴിൽ നടന്നുവരുന്നു.